ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇട്ടത്. അപ്പോൾ കാണാത്തവരുണ്ട് പോയി കാണാം. അതിലുണ്ടായിരുന്നു നമ്മളെന്ത് ഫോൾഡർ ഈ VS കോഡിലോട്ട് കൊണ്ടുവരുന്ന കയ്യിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ താഴെ ഒരു സബ്ബായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലാസ് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ index.html എങ്ങനെയാണ് തോന്നുന്നത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് class 1.html ആക്കി. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, HTML ഇൻട്രൊഡക്ഷൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്നുള്ളതാണ് വാട്ട് ഈസ് HTML. HTML ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന്. HTML എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജിനൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല കേട്ടോ, ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ HTML ടാഗ് യൂസ് ആക്കിയിട്ട് ബ്രൗസറിന് ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതായത് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളത് ഒരു ബ്രൗസറിനോട് ഇത് ഹെഡിങ് ആണ്, ഇത് പാരാഗ്രാഫാണ്, ഇത് ഇമേജ് ആണെന്നൊക്കെ ടാഗ് ഉപയോഗിച്ച് അത് പറയുന്നതിനാണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കിയാൽ, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് ലിങ്ക് യൂസ് ചെയ്തിട്ട് പോകാൻ സഹായിക്കുന്ന ടെക്സ്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം യൂട്യൂബ് എന്ന് പറഞ്ഞ ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് തുറന്നു പോകണില്ലേ, അതേപോലെ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്താൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാൻ സഹായിക്കുന്നതിനാണെന്ത് ഹൈപ്പർ ടെക്സ്റ്റ് ആണെന്ത് അതിനെ ഹെൽപ്പാക്കുന്നത്. ഇപ്പോൾ HTML എന്താണെന്നും അതിൻ്റെ ഫുൾ ഫോമായ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതിൽ ഹൈപ്പർ ടെക്സ്റ്റ് എന്താണെന്നും മാർക്കപ്പ് ലാംഗ്വേജ് എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ HTML ആരാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. അപ്പോൾ HTML കണ്ടുപിടിച്ച ആളെ പേരാണെന്ത് ടിം ബേണേഴ്സ്-ലീ. ടിം ബേണേഴ്സ്-ലീ ആണെന്ത് നമ്മൾ HTML കണ്ടുപിടിച്ചത്. ആൾ 1991 കേട്ടോ ആദ്യത്തെ HTML വേർഷന് പുറത്തിറക്കിയത്. അതേപോലെ തന്നെ www. ഇല്ലേ, വേൾഡ് വൈഡ് വെബ്, ഇതിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ഈ HTML കണ്ടുപിടിച്ചിട്ടുള്ള ആളായ ടിം ബേണേഴ്സ്-ലീ ആണ്. അപ്പോൾ വേൾഡ് വൈഡ് വെബിൻ്റെ ഫാദറും ടിം ബേണേഴ്സ്-ലീ ആണ്. HTML കണ്ടുപിടിച്ചതും ടിം ബേണേഴ്സ്-ലീ ആണ്. പിന്നെ W3C ഇല്ലേ, അതായത് W3Cൻ്റെ ഫുൾ ഫോം വരുന്നത് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്നാണ്. ഇത് 1994 സർ ടിം ബേണേഴ്സ്-ലീ സ്ഥാപിച്ചൊരു ഓർഗനൈസേഷനാണ്. ഇതൊരു ടെക്നോളജി അല്ല, അതൊരു ഓർഗനൈസേഷനാണ്. അതായത് വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാനുള്ള റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ തയ്യാറാക്കാനുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇത്. ഇനി ഞാൻ കുറച്ച് കീബോർഡ് ഷോർട്ട് കട്ടുകൾ പറഞ്ഞുതരാം. ഒരുവിധം എല്ലാവർക്കും അറിയണേക്കാരം, എന്നാലും ഇത് പക്കാ ബേസിക് ക്ലാസ് ആണല്ലോ, അപ്പോൾ അതിൽ പറയാമെന്ന് വെച്ചു. നമ്മൾ കൺട്രോളും എസും കൂടെ അടിച്ചാൽ എന്ത് ചെയ്യും, സേവ് ആവും. നമ്മളിപ്പോൾ ഈ ഓരോ കോഡ്സ് എഴുതിയിട്ട് നമ്മളൊന്ന് Ctrl+S അടിച്ചെടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, സേവ് ആയി കിട്ടും. അതേപോലെ കൺട്രോളും സിയും അടിച്ചാൽ എന്ത് ചെയ്യാം, നമുക്കൊരു വേർഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പി ചെയ്യാം. അത് പേസ്റ്റ് ചെയ്യാൻ കൺട്രോളും വിയും അടിച്ചാൽ മതി. അതേപോലെ തന്നെ Ctrl+Z അടിച്ചാൽ നമുക്ക് ഡിലീറ്റ് ആയ പോയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതങ്ങനെ അടിച്ചാൽ നമ്മൾ ഡിലീറ്റ് ആയ ഓരോ സ്പെല്ലിങ്ങും നമുക്ക് അഗൈൻ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ Alt+Tab അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേജുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൽ കാണുന്ന പേജ്, അതിൻ്റെ ബാക്കിലൊരു പേജ് ഉണ്ടെങ്കിൽ നമുക്ക് Alt+Tab അടിച്ചാൽ ബാക്കത്തെ പേജ് മുന്നോട്ട് കൊണ്ടുവരാം. അഗൈൻ അതന്നെ അടിച്ചാൽ അഗൈൻ അങ്ങനെ റിപ്പീറ്റ് ആയി കൊണ്ടുവെക്കും. പക്ക ബിഗിനേഴ്സിനുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് HTML ഫയൽ എക്സ്റ്റൻഷൻസ് നോക്കാം. അതായത് നമ്മൾ ഫയൽ സേവ് ചെയ്യുമ്പോൾ അതിൽ HTML കൊടുക്കേണ്ട എക്സ്റ്റൻഷൻസിൽ ഒന്നാണ് എന്ത് .html എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ .htm എന്നും കൊടുക്കാം, HTM. അതേപോലെ .html. ഈ രണ്ട് എക്സ്റ്റൻഷൻസും HTML ഉള്ളതാണ്. ഇതിലിപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷന് കണ്ടിട്ടാണ് എന്ത് ചെയ്യുക, ബ്രൗസർ ഇത് HTML ഫയലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഞാൻ ഈ VS കോഡിൽ ഓപ്പൺ ചെയ്ത നമ്മളെ മറ്റേ ഫോൾഡർ ഉണ്ടല്ലോ, ഡെസ്ക്ടോപ്പിൽ ഫോൾഡർ ഓപ്പൺ ചെയ്താണ്ട് അതിൻ്റെ അടിയിലൊരു ക്രിയേറ്റ് ചെയ്തില്ലേ class 1.html,
അതേപോലെ നമുക്ക് ഒന്നെങ്കിൽ HTML ഒന്നും സേവ് ചെയ്യുക, അല്ലെങ്കിൽ HTML ഒന്നും സേവ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, HTML എഴുതുമ്പോൾ .html എന്തായാലും കൊടുക്കണം. പിന്നെ ഇത് HTML ആണോ കൊടുക്കേണ്ടത്, HTML ആണോ കൊടുക്കേണ്ടതെന്ന് അങ്ങനെ കൺഫ്യൂഷനൊന്നും വേണ്ട. രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് .html എന്നാണ്. അതുകൊണ്ടാണ് ഞാനും .html സേവ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് HTMLൻ്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചറിൽ ആദ്യം തന്നെ നമ്മൾ HTML എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോക് ടൈപ്പ് HTML എന്ന് എഴുതുമല്ലോ. ഈ ഡോക് ടൈപ്പ് HTML എന്തിനാന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് ബ്രൗസറിനോട് ഇതൊരു HTML5 ഡോക്യുമെൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്തേ ഫസ്റ്റ് തന്നെ നമ്മൾ HTMLൻ്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഡോക് ടൈപ്പ് HTML എന്ന് എഴുതുന്നത്. ഈ ഒരു ഡോക് ടൈപ്പ് HTML കണ്ടിട്ടാണ് എന്ത് ചെയ്യാം, ബ്രൗസർ HTML5 റൂൾ അനുസരിച്ച് എന്ത് ചെയ്യാം, വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ HTML ഫയലിൻ്റെ മുകളിലും ഡോക് ടൈപ്പ് HTML എഴുതണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ ഒരു കവർ പേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് ബുക്കാണെന്ന്. അതേപോലെ തന്നെ ഈ ഡോക് ടൈപ്പ് HTML ബ്രൗസറിന് ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് ഇത് HTML5 ഡോക്യുമെൻ്റ് ആണെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. ഇനി നമുക്ക് HTML ടാഗുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ടാഗാണെന്ത് HTML നമ്മളെ ലെസ് ദാൻ ചിഹ്നം ഉണ്ടല്ലോ, ലെസ് ദാൻ ഇതിൽ പ്രോഗ്രാമിങ്ങിൽ പറയാം ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറയും, ഗ്രേറ്റർ ദാൻ ക്ലോസിങ് ആംഗിൾ ബ്രാക്കറ്റ്. അപ്പോൾ ഈ ലെസ് ദാൻ്റെയും ഗ്രേറ്റർ ദാൻ്റെ ഉള്ളിൽ നമ്മൾ HTML എഴുതിയാൽ അത് ഓപ്പണിംഗ് ടാഗാണ്. അതേപോലെ തന്നെ ലെസ് ദാൻ കഴിഞ്ഞിട്ടൊരു സ്ലാഷ് ഇട്ടാണ്ട് HTML പിന്നൊരു ഗ്രേറ്റർ ദാൻ ആംഗിൾ ഇട്ടാൽ എന്താവും, അത് ക്ലോസിംഗ് ടാഗ് ആവും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, നമ്മൾ HTMLൻ്റെ റൂട്ട് എലമെൻ്റാണ്. അതായത് എല്ലാ HTML കോഡിലും ഈ ടാഗിൻ്റെ ഉള്ളിലാണ് എന്ത് എഴുതുക, നമ്മളെല്ലാ HTML കോഡുകളും ഈ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ടാഗ് എഴുതണം. അതായത് ഇപ്പോൾ ഓപ്പണിംഗ് ബ്രാക്കറ്റില്ലേ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് അത് ലെസ് ദാൻ ചിഹ്നം അത് പ്ലസ് പിന്നെ HTML പിന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ടാഗുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ HTML പ്രോഗ്രാം എഴുതും. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടാഗാണ് ഹെഡ് ടാഗ്. അതും നേരത്തെ അതേമാതിരി തന്നെ എഴുതണം. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ്റെ ഉള്ളിൽ ഹെഡ് ടാഗ് എഴുതണം. അതിൻ്റെ ക്ലോസിംഗ് ടാഗ് അതന്നെ ലെസ് ദാൻ കഴിഞ്ഞിട്ട് സ്ലാഷ് ഇട്ടിട്ട് പിന്നെ ഹെഡ് എന്ന് എഴുതുക, പിന്നെ ഗ്രേറ്റർ ദാൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡിൻ്റെ ടാഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രൗസറിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളാണ് എന്ത് ചെയ്യാം നമ്മൾ ഈ ഹെഡ് ടാഗിൽ എഴുതുക. ഇതിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വെബ്സൈറ്റിൻ്റെ പേജിൽ നമുക്ക് കാണാൻ പറ്റില്ല. പകരം ഏറ്റവും ടോപ്പിലുണ്ടാവില്ല നമുക്ക് ആ ഒരു, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലാപ്പിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ മുകളിലാണല്ലോ യൂട്യൂബിൻ്റെ ഐക്കണും പ്ലസ് യൂട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടേക്ക് കൊടുക്കാനുള്ള വിവരങ്ങളാണ് എന്ത് ചെയ്യുക നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇനി അടുത്ത ടാഗാണ് ടൈറ്റിൽ ടാഗ്. ഈ ടൈറ്റിൽ ടാഗ് ഇതിപ്പോൾ നമ്മളെ സ്പെല്ലിങ്ങുകളൊക്കെ കോഡിങ്ങൊക്കെ വരുമ്പോൾ ചെറിയ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. എല്ലാത്തിനും ഒരേപോലത്തെ സ്പെല്ലിംഗ് ആയിക്കൊള്ളണമെന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ടൈറ്റിൽ ടാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക ഈ ടൈറ്റിൽ ടാഗ് നമ്മൾ എഴുതുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യൂട്യൂബ് എന്നുള്ള ഐക്കണുണ്ട്, അതിൻ്റെ അടുത്ത് യൂട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ യൂട്യൂബ് എന്ന് എഴുതിയതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം എന്ത് ചെയ്യും, ആ ഒരു ബ്രൗസറിൻ്റെ ടാബ് ഉണ്ടല്ലോ അതിൽ കാണാനുള്ള ടൈറ്റിലാണ് എന്ത് ചെയ്യുക നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി അടുത്ത ടാഗാണ് ബോഡി ടാഗ്. അതായത് ഈ ബോഡി ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടാഗിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക നമ്മൾ വെബ്സൈറ്റിൽ കാണേണ്ട എല്ലാ സംഗതികളും കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡിങ്, പാരഗ്രാഫ്, ഇമേജ്, ബട്ടണ് പറയുമ്പോൾ നമ്മളെ സബ്മിറ്റ് ബട്ടണൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ബട്ടണ്, പിന്നെ ലിങ്ക്, ഇങ്ങനെയായിട്ടുള്ള വിസിബിളായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും നമ്മൾ എന്ത് ചെയ്യുക ഹെഡ് സെക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫാവ് ഐക്കൺ. ഈ ഫാവ് ഐക്കൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ ഒരു ടൈറ്റിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ആണെങ്കിൽ യൂട്യൂബ് എന്നുണ്ടാവും, സൈഡിൽ യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവില്ലേ, ആ ഒരു ഐക്കൺ കൊണ്ടുവരാനാണ് എന്ത് ചെയ്യുക നമ്മൾ ഫാവ് ഐക്കൺ യൂസ് ചെയ്യുന്നത്. ഈ ഫാവ് ഐക്കണ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ടാഗും കൂടെ
ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് വെക്കുക. ഈ ഫാവ് ഐക്കണ് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ടൈറ്റിലും ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? HTML എന്താണെന്ന് പഠിച്ചു, HTML ആരാ കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു, എന്താണ് HTML എന്ന് പഠിച്ചു, പിന്നെ മാർക്കപ്പ് ലാംഗ്വേജ് എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് എന്താ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതെല്ലാം എന്ത് ചെയ്യാം, VS കോഡൊക്കെ ടൈപ്പ് ചെയ്താണ്ട് ബ്രൗസറിൽ റൺ ചെയ്താണ്ട് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു ലിങ്ക് കൊടുക്കാം. അതിൽ ജോയിൻ ആയാൽ നോട്ട്സ് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ കോഡിംഗ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.